ഹലോ, എല്ലാവർക്കും മഞ്ജൂസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വാദിഷ്ടമായ റവ ലഡു ആണ് തയ്യാറാക്കുന്നത്. ഞാനൊരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരു കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്ത് കോരാനാണ്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ബദാം ഒന്ന് ചതച്ച് മുറിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കിസ്മിസും മൂപ്പിച്ച് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. അതേ സോസ് പാനിൽ തന്നെയാണ് ഞാൻ റവ വറക്കാൻ പോകുന്നത്, നമ്മുടെ ലഡുവിന് വേണ്ടിയിട്ടുള്ളത്. റവ ഞാൻ ഇതിൽ തന്നെ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണൂടെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ റവ ഇതിനകത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് പെതുക്കെ വറുത്തെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയുകയാണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ്ട് ആ നെയ്യിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഞാനാണ്ട് ഇവിടെ പഞ്ചസാര പൊടിച്ചതും ഏലക്കായും പഞ്ചസാരയും ഇട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് ഇത്. അപ്പം ഇത് ഞാൻ ഒരു 1/2 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഞാൻ തിരുമിയിട്ട് ജസ്റ്റ് മിക്സിയിൽ ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തതാണ്, ഒറ്റ പൾസിൽ ഞാനൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി നേരം ഇട്ട് ചൂടാക്കരുത് ഇനി അങ്ങോട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ പഞ്ചസാര ഉരുകാൻ തുടങ്ങും. അതുകൊണ്ട് ജസ്റ്റ് ആ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത മണം വന്നു കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഞാനൊരു പാത്രത്തിലെ പാല് ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാൽ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കാനാണ്. അപ്പം ഞാൻ ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു നിറത്തിന് വേണ്ടിയാണ് ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് പാൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഈ മിക്സിൻ്റെ കൂടെ യോജിപ്പിക്കണം. അത് പാട കെട്ടാൻ പാടില്ല. അപ്പം എന്താണ് കുറേശ്ശെയായിട്ട് ഞാൻ റവ നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യുവേ. അപ്പം ഞാൻ കുറേശ്ശെയായിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് വീണ്ടും കുറേശ്ശെ പാലൊഴിച്ച് അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എൻ്റെ മോളോട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചെറിയ ബോൾസാക്കി അവളാണ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നത്. നമ്മളിങ്ങനെ ബോൾസാക്കി മാറ്റി വെക്കുന്ന ലഡുവേ ഉടനെ യൂസ് ചെയ്ത് അതിനകത്തെ പഞ്ചസാര ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് അതിനായിട്ടൊന്ന് ചേരണം. ഇപ്പം നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ. അപ്പം സെർവ് ചെയ്ത് കഴിയുമ്പോഴേ പഞ്ചസാര എല്ലാം അലിയും. അതെല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പം നല്ല സ്വാദിഷ്ടമായ റവ ലഡു തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത്